കെ ശൈലജയെയും എൻ ഷംസീറിനെയും ഒഴിവാക്കി സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇതാ സ്ഥാനാർത്ഥി പട്ടിക നൽകിയിരിക്കുന്നു. മട്ടന്നൂരിൽ കെ സനോജും തലശ്ശേരിയിൽ കാരായി രാജനുമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. തളിപ്പറമ്പിൽ ഗോവിന്ദന് പകരം എൻ സുകന്യ മത്സരിക്കും. പാർട്ടി ഫണ്ട് വിവാദമുണ്ടായ പയ്യന്നൂരിൽ മധുസൂദനെ മാറ്റില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിലാകും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാവുക. എസ് രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന സിപിഎമ്മിന്റെ ഏറ്റവും കരുത്തുറ്റ നേതാവ്, ഒന്നാം പിണറായി സർക്കാരിലെ കരുത്തുറ്റ മന്ത്രി കെ ശൈലജയ്ക്ക് സീറ്റ് നൽകേണ്ടതില്ല അല്ലെങ്കിൽ കെ ശൈലജ മത്സരിക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം, തീരുമാനം സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും വരുന്നു എന്നതാണ്. മറ്റൊന്ന്, സ്പീക്കർ എൻ ഷംസീറും മത്സരിച്ചേക്കില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായിരിക്കും ഈ തീരുമാനത്തിന് പിന്നിൽ? ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിട്ടുള്ള സാധ്യതാ പട്ടികയിൽ ആരൊക്കെ ഇടം പിടിച്ചിരിക്കുന്നു? വിനിത, സിപിഎമ്മിനെ സംബന്ധിച്ച് മറ്റു ജില്ലകളെ പോലെയല്ല കണ്ണൂർ ജില്ല അവരുടെ വേണമെങ്കിൽ പാർട്ടിയുടെ തലസ്ഥാനമായി കണക്കാക്കാവുന്ന ജില്ലയാണ്. മുഖ്യമന്ത്രി മത്സരിക്കുന്ന ജില്ലയാണ്. കണ്ണൂരിലെ നേതാക്കൾ എന്ന് പറയുന്നത് എല്ലാവരും സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന, സംസ്ഥാന തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ ആര് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ കെ ശൈലജയെ സംബന്ധിച്ച് നമ്മളൊക്കെ പിണറായി വിജയന് പകരം ആരാണ് അടുത്തത് എന്ന ചോദ്യത്തിന് പലരും മറുപടി പറഞ്ഞത് ഇത്തവണ ഒരു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ LDF സർക്കാർ മൂന്നാമത് വരികയാണെങ്കിൽ അതിന്റെ തലപ്പത്ത് കെ ശൈലജ ആയിരിക്കും എന്ന അർത്ഥത്തിൽ പോലും ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ മട്ടന്നൂരിൽ നിന്ന് കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് സംസ്ഥാനത്ത് ജയിച്ചു കയറിയ നേരത്തെ മന്ത്രിയായിരുന്ന കെ ശൈലജ മട്ടന്നൂരിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി പേരാവൂരിലോ മറ്റോ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് കൊടുത്ത ലിസ്റ്റിൽ കെ ശൈലജ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെയാണ് തലശ്ശേരിയിൽ ഷംസീറിന്റെ പേരുമില്ല. അതിന് പകരം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള കാരായി രാജന്റെ പേരാണ്. തളിപ്പറമ്പിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഗോവിന്ദൻ മത്സരിക്കില്ല എന്നുള്ളത്. പകരം അവിടെ എൻ സുകന്യയുടെ പേരുണ്ട്. ഒപ്പം ഗോവിന്ദന്റെ ഭാര്യ കൂടിയായിട്ടുള്ള അവിടെ നേരത്തെ നഗരസഭാ ചെയർപേഴ്സണൊക്കെ ആയിട്ടുള്ള ശ്യാമളയുടെ പേരും തളിപ്പറമ്പിൽ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പയ്യന്നൂരിൽ ഇത്രയും അധികം അഴിമതി ആരോപണങ്ങളും പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പൊക്കെ ഉണ്ടായിട്ടും മധുസൂദനൻ തന്നെ പയ്യന്നൂരിൽ മത്സരിക്കും എന്നുള്ളതാണ്. ഈ രണ്ട് ടേം വ്യവസ്ഥ പാർട്ടി കർശനമായി നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇത്തവണ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ കെ ശൈലജയ്ക്കും ഷംസീറിന്റെയും ഒക്കെ കാര്യത്തിൽ രണ്ടു ടേം വ്യവസ്ഥ വളരെ കർശനമായി നടപ്പാക്കുന്നു എന്നുള്ളത്. പാർട്ടി ഇത്തവണ ആർക്കെങ്കിലും ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണൂരിൽ പിണറായി വിജയന് മാത്രമാണ് കൊടുക്കുന്നത് എന്നുള്ള വിവരം കൂടിയുണ്ട്. നേരത്തെ പറയപ്പെട്ടിരുന്നത് കെ ശൈലജയ്ക്ക് കൂടി ഇളവ് കൊടുക്കും എന്നുള്ളതാണ്. അത് അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിൽ സംസ്ഥാനത്തിന് ആദ്യമായ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും, അത് കെ ശൈലജയാകും എന്ന അർത്ഥത്തിൽ പോലും പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ശൈലജ ടീച്ചർ മത്സരിക്കുന്നില്ല, കെ ശൈലജ മത്സര രംഗത്തുണ്ടാവില്ല എന്ന തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ലിസ്റ്റ് പുറത്തു വരികയും ആ ലിസ്റ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിഗണനയ്ക്ക് വിടുന്നത്. ഇനിയിപ്പോൾ അന്തിമ തീരുമാനം ഉണ്ടാവുക സ്വാഭാവികമായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരത്തോടു കൂടി വരുന്ന ലിസ്റ്റിലാണ്. ആ ലിസ്റ്റിൽ കെ ശൈലജ ഉൾപ്പെടുമോ എന്ന കാര്യമൊക്കെ നമുക്ക് അറിയില്ല, അത് ഭാവിയിൽ തീരുമാനിക്കേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് കൊടുത്ത ലിസ്റ്റിൽ കെ ശൈലജ ഇല്ല, എൻ ഷംസീറുമില്ല. രഞ്ജിത്ത്, ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം, തളിപ്പറമ്പിൽ ഇതാ ഗോവിന്ദന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യ കെ ശ്യാമള, ആന്തൂർ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ കെ ശ്യാമളയുടെ പേരുകൾ ഉയർന്നു വന്നുവെങ്കിൽ പോലും അത് ഒരു വിഭാഗം നേതാക്കൾ തീർത്തും തള്ളുകയായിരുന്നു. ഒടുവിൽ മുൻ MLA ജെയിംസ് മാത്യുവിന്റെ ഭാര്യ എൻ സുകന്യ, സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുതിർന്ന വനിതാ നേതാവുമായ എൻ സുകന്യയുടെ പേര് കൂടിയാണ് കേൾക്കുന്നത്. അതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയായി വരികയാണ്. തീർച്ചയായിട്ടും എൻ സുകന്യ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ മഹിളാ നേതാക്കന്മാരിൽ വളരെ പ്രമുഖയായിട്ടുള്ള നേതാവാണ്. കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ്. വളരെ കീഴ്ഘടകങ്ങളിൽ നിന്ന് തന്നെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയി വളർന്നു വന്നിട്ടുള്ള നേതാവ് കൂടിയാണ് എൻ സുകന്യ. അപ്പോൾ ആ അർത്ഥത്തിൽ എൻ സുകന്യയെ അവിടെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ കെ ശ്യാമളയുടെ പേരുമുണ്ട്. ആന്തൂർ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ കൂടിയാണ്. സമാനമായി തന്നെ കണ്ണൂർ ജില്ലയിലെ മഹിളാ നേതാക്കളിൽ വളരെ പ്രമുഖയായിട്ടുള്ള നേതാവ് കൂടിയാണ് ശ്യാമള. അപ്പോൾ സുകന്യയും ശ്യാമളയും എന്ന രണ്ടുപേരെയും
പരിഗണിക്കുന്നു. പക്ഷേ ശ്യാമളയെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഭർത്താവ് എം വി ഗോവിന്ദൻ മാറുമ്പോൾ ഭാര്യ വരുന്നു, ഒരേ കുടുംബത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഒരു പേരുദോഷം അതിനകത്ത് സംഭവിക്കാം. ആ തരത്തിൽ കൂടി ചർച്ചകൾ പോയേക്കാം എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ എൻ സുകന്യയിലേക്ക് പേരുകൾ എത്തിയേക്കാം എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.